ചോദ്യം നമ്പർ 182 ശ്രീ എ കെ എം അഷ്റഫ്, ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ. സർ, KSBL താൽക്കാലികമായി സാമ്പത്തിക പ്രയാസം നേരിടുന്നുണ്ട്. 2023 കാലവർഷത്തിലുണ്ടായ കുറവ്, ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം കുറഞ്ഞത്, കാലാവസ്ഥ വ്യതിയാനം മൂലം വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചത് എന്നീ കാരണങ്ങളാൽ പുറത്തുനിന്ന് ഉയർന്ന തോതിൽ വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അധിക വൈദ്യുതി ആവശ്യകത നിറവേറ്റാൻ ഹ്രസ്വകാല വൈദ്യുതി കരാറുകളുടെയും പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങേണ്ടി വന്നതിനാലും ഈ സാമ്പത്തിക വർഷം ഇതുവരെ 1180 കോടി രൂപയുടെ അധിക ചെലവ് ഉണ്ടായിട്ടുണ്ട്. KSBL ഇപ്പോൾ ഏകദേശം 11,000 കോടിയോളം രൂപ കടബാധ്യതയുണ്ട്. കൂടാതെ പവർ എക്സ്ചേഞ്ചിൽ നിന്നും വൈദ്യുതി വാങ്ങുമ്പോൾ മുൻകൂറായി നൽകണം എന്ന വ്യവസ്ഥ മൂലം KSBയുടെ ധനകാര്യ മാനേജ്മെൻറ്റ് കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ പ്രതിദിനം 5 കോടിയോളം രൂപ പവർ എക്സ്ചേഞ്ചിൽ ചെലവിടേണ്ടതായി വരുന്നു. സാമ്പത്തിക പ്രയാസം തരണം ചെയ്യുന്നതിന് താഴെ പറയുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വൈദ്യുതി ചാർജ് ഇനത്തിൽ 31/12/23 വരെ കേരള വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളുടെ കുടിശ്ശിക പലിശ ഉൾപ്പെടെ 3,347.43 കോടി രൂപയാണ്. ഇതിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ കുടിശ്ശിക മാത്രം 2,479 കോടി രൂപയാണ്. ഇതിൽ പ്രതിമാസം KWE അടയ്ക്കാത്തതിനാൽ 37 കോടി രൂപ വെച്ച് വർദ്ധിക്കുകയാണ്. വിവിധ സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും വൈദ്യുതി ചാർജ് കുടിശ്ശിക നിവാരണം ചെയ്യുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചർച്ച നടത്തുകയുണ്ടായി. യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് ഉടൻ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇതുപ്രകാരം വാട്ടർ അതോറിറ്റിയുടെ തനത് മാസ കറണ്ട് ചാർജ് ഒരു എസ്കോ അക്കൗണ്ട് വഴി KSBക്ക് അടയ്ക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവ് 30/10/2023 പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുൻകാല കുടിശ്ശികൾ തീർപ്പാക്കാനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. മറ്റു സർക്കാർ സ്ഥാപനങ്ങളുടെയും കുടിശ്ശിക നിവാരണം അന്തിമഘട്ടത്തിലാണ്. 2022-23 സാമ്പത്തിക വർഷത്തിൽ KSBLൻ്റെ നഷ്ടമായ 1,023.62 കോടി രൂപയുടെ 75% 767.715 കോടി രൂപ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് 16/12/2023 സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്തുൾപ്പെടെ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ചാർജ് കുടിശ്ശിക നിവാരണത്തിന് പലിശ ഇളവോടുകൂടിയുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുമുണ്ട്. B തീരുമാനിച്ചിട്ടില്ല. C സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് KSB ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഒരു കുറിപ്പ് പുറപ്പെടുവിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ കുറിപ്പ് പുറപ്പെടുവിച്ചതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആയത് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ശ്രീ എ കെ എം അഷ്റഫ്. സർ, വൈദ്യുതി മേഖലയുടെ പരിഷ്കരണത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഉപാധികൾ അംഗീകരിച്ചാൽ സംസ്ഥാനത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 0.5% അധികം കടമെടുക്കാൻ അനുവദിക്കുന്ന പദ്ധതി കേന്ദ്രം നടപ്പിലാക്കിയിരുന്നു. ഇതുവഴി KSBയുടെ എത്ര കോടി നഷ്ടമാണ് സർക്കാർ ഏറ്റെടുത്തത് എന്നും ഇതുമൂലം വൈദ്യുതി ഉപഭോക്താക്കൾക്ക് അധിക ഭാരം ഉണ്ടാകുമോ എന്നും വ്യക്തമാക്കുമോ? യെസ് മിനിസ്റ്റർ. എന്താ സാർ, ഒന്നുകൂടി കേൾക്കട്ടെ. കേന്ദ്ര നയം സ്വീകരിക്കാത്തതിൻ്റെ ഭാഗമായി എത്ര നഷ്ടം സംഭവിച്ചു? അതാണ് ചോദ്യം. അതെ. അതല്ല, ഒന്നുകൂടി ചോദിച്ചു അഷ്റഫ്. സർ, ആ പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി, സാറൊന്ന് വിളിക്കണ്ട, ബാക്കി പറഞ്ഞാൽ മതി. വൈദ്യുതി മേഖലയുടെ പരിഷ്കരണത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഉപാധികൾ അംഗീകരിച്ചാൽ സംസ്ഥാനത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 0.5% അധികം കടമെടുക്കാൻ അനുവദിക്കുന്ന പദ്ധതി കേന്ദ്രം നടപ്പിലാക്കിയിരുന്നു. ഇതുവഴി KSBയുടെ എത്ര കോടി നഷ്ടമാണ് സർക്കാർ ഏറ്റെടുത്തത് എന്നും ഇതുമൂലം വൈദ്യുതി ഉപഭോക്താക്കൾക്ക് അധിക ഭാരം ഉണ്ടാകുമോ എന്നുമാണ് ചോദ്യം. ഞാനതിൽ നേരത്തെ പറഞ്ഞു. അതിൽ അവർ പറയുന്നത് സർക്കാരിൻ്റെ കുടിശ്ശിക വെക്കാൻ പാടില്ല എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ വകുപ്പ് തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 764 കോടി രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ധനകാര്യ വകുപ്പ് അതുകൊണ്ട് നമുക്ക് മറ്റ് പ്രശ്നങ്ങൾ വരില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, KSBക്ക് വരുമാനത്തിൽ വർധന വന്നിട്ടും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ബജറ്റിലടക്കം മിനിസ്റ്റർ അടക്കം സാമ്പത്തിക പ്രയാസം പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് KSBയുടെ ചെയർമാൻ ഒരു സർക്യുലർ എല്ലാ KSB താഴെത്തട്ടിലേക്ക് അയച്ചതായി
കണ്ടു. അദ്ദേഹം പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ശമ്പളം കൊടുക്കാൻ പോലും പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ വരും, അതുകൊണ്ട് എല്ലാ പ്രോജക്റ്റുകളും നിലവിലുള്ളത് നിർത്തലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സർക്കുലർ അയച്ചതെന്നും പിന്നീട് സർക്കാർ അതറിഞ്ഞ് അത് റദ്ദ് ചെയ്തുമെന്നുള്ള ഒരു വാർത്ത കേട്ടിട്ടുള്ളത് സത്യമാണോ? വിശദീകരിക്കുമോ? ഞാൻ അതിനെക്കുറിച്ച് മറുപടിയിൽ പറഞ്ഞു. അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ട് അന്വേഷിച്ച ശേഷം മറുപടി കിട്ടിയ ശേഷം എന്താ നടപടി? ശ്രീ KP മജീദ്. സാർ, KCBയുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ചോദ്യം. അങ്ങൊരു കൃഷിമന്ത്രി കൂടിയാണ്, കൃഷിക്കാരൻ കൂടിയാണല്ലോ. നമ്മുടെ ഈ കൃഷിക്കാർക്ക് സൗജന്യമായിട്ടാണ് വൈദ്യുതി കൊടുത്തിരുന്നത്. എന്നാൽ സമീപകാലത്തായി എല്ലാ കൃഷിക്കാരോടും അതിന് പണം ചോദിക്കുകയാണ്. എന്തടിസ്ഥാനത്തിലാണ്, ഗവൺമെൻറ് എന്ത് നിലപാടുള്ളത്? കൃഷിക്കാർക്ക് സൗജന്യമായി വൈദ്യുതി നൽകുക, അതിന് പണം അടക്കം നോട്ടീസ് അയക്കുക, അങ്ങനെ ആളുകൾ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്താ യഥാർത്ഥ സ്ഥിതി എന്താണ്? അതിൽ നിന്ന് പിന്മാറാൻ ഗവൺമെൻറ് തയ്യാറാകുമോ? ഇപ്പോഴുള്ള നേരത്തെയുള്ള മറുപടിയിൽ പറഞ്ഞു, 5 ഏക്കറിൽ താഴെയുള്ള കൃഷിക്കാർക്ക് സൗജന്യ വൈദ്യുതിയാണ്. അതിൻ്റെ സംഖ്യ കൃഷി വകുപ്പ് അടയ്ക്കേണ്ടതാണ്. അതിൽ നിന്ന് ചർച്ച ചെയ്ത് തീർക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതോടൊപ്പം സോളാർ അവർക്ക് വെച്ചു കൊടുത്താൽ ഈ 5 ഏക്കറിലുള്ള കൃഷിക്കാർക്ക് താഴെയുള്ള സോളാർ വെച്ചാൽ അവർക്കൊരു അഡീഷണൽ ഇൻകം കൊടുക്കുന്ന ഒരു പദ്ധതിയും കൂടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സോളാർ വൈദ്യുതി അത് കട്ട് ചെയ്യാനുള്ള യാതൊരു തീരുമാനം എടുത്തിട്ടില്ല. അത് കട്ട് ചെയ്യുന്നില്ല. അത് ചർച്ച ചെയ്ത് ഞങ്ങൾ പരിഹരിക്കും. ശ്രീ എന്നെ നെല്ലിക്കുന്നു. സർ, പെൻഷനും വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകാൻ രൂപീകരിച്ച പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമില്ലാതെ നടത്തിയ പ്രവർത്തനങ്ങളാണ് ബോർഡിനെ പ്രതിസന്ധിയിലാക്കിയതെന്നത് ശരിയാണോ? മിനിസ്റ്റർ. ശരിയല്ല, അത് പരിഹരിക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ട്. ശ്രീ UA ലത്തീഫ്. മലപ്പുറം ജില്ലയിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ പുതിയ സബ്സ്റ്റേഷനുകളും ട്രാൻസ്ഫോമറുകളും ഉൾക്കൊള്ളുന്ന ഒരു സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കാമോ? RDC സ്കീം വരുമ്പോൾ അത് പരിഹരിക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കും. അത് ചെയ്യാൻ സാധിക്കും. ശ്രീ മഞ്ഞളാംകുവേലി. സർ, വൈദ്യുതി മേഖലയ്ക്കുള്ള കേന്ദ്ര സഹായം നൽകാൻ അവർ എന്തെങ്കിലും കണ്ടീഷൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ സർ? കുടിശ്ശിക ഇനത്തിൽ KSEB നമുക്ക് ലഭിക്കാനുള്ള തുക പിരിച്ചെടുക്കാൻ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വെച്ച് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഓരോ വകുപ്പിൻ്റെയും കൃത്യമായ ഒരു സമയബന്ധിതമായി അത് അടച്ചു തീർക്കണം എന്നുള്ളൊരു തീരുമാനമെടുത്തു. ശ്രീ സണ്ണി ജോസഫ്. കർണാടകത്തിൽ നിന്ന് കാസർഗോഡ് കണ്ണൂർ ജില്ല വഴി വയനാട്ടിലേക്കുള്ള 400 kV ലൈൻ, ആ നിർദ്ദിഷ്ട ലൈനിൽ ഈ ടവർ സ്ഥാപിക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ ലൈൻ കടന്നു പോകുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിലെ സ്ഥല ഉടമകൾക്ക് ന്യായമായ മാർക്കറ്റ് വിലയുടെ അടിസ്ഥാനത്തിലുള്ള നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ട് 2 വർഷം തികയാണ്. ആ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. പട്ടണപ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നു, വീടുകൾ, കടകൾ ഒക്കെയുള്ള സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നു. ന്യായയുക്തമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കാൻ ഗവൺമെൻറ് ആലോചിക്കുന്നു. ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ ഒരു മീറ്റിംഗ് അടുത്ത് തന്നെ വിളിച്ചു കൂട്ടുന്നത് 15-ാം തീയതിയാണ് തോന്നുന്നു. വിളിച്ചു എന്ന സമയം എനിക്ക് ഓർമ്മയില്ല. 15-ാം തീയതിയാണ് വിളിച്ചു കൂട്ടാനുള്ള ഉദ്ദേശമുണ്ട്. ബന്ധപ്പെട്ട MLA, അതിൽ പോകുന്ന ബന്ധപ്പെട്ട MLA-മാരും ജനപ്രതിനിധികളുടെയും ഒരു യോഗം വിളിച്ചത് ചർച്ച ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, കേരള വൈദ്യുതി ബോർഡ് അതിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ കടന്നുപോയ രൂക്ഷമായ സാമ്പത്തിക ബാധ്യതയാണ് വൈദ്യുതി ബോർഡിനുള്ളത്. ഒരുപാട് കാരണങ്ങൾ ഇതിലുണ്ട്. പക്ഷേ സർ, കഴിഞ്ഞ UDF കാലത്ത് പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാൻ വേണ്ടിയിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ 25 വർഷത്തേക്ക് വൈദ്യുതി മേടിക്കാനുള്ള കരാറായിരുന്നു. ആ കരാർ അനുസരിച്ച് ഈ ഗവൺമെൻറ്റും വൈദ്യുതി വാങ്ങിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഏകദേശം 7-8 മാസം മുമ്പ് ആ കരാർ റദ്ദാക്കിയതിന് ശേഷം 4 രൂപ 29 പൈസ യൂണിറ്റിന് വാങ്ങിച്ചിരുന്ന കരാർ അഴിമതിയാണ് എന്ന് പറഞ്ഞ് റദ്ദാക്കുകയും അതിനുശേഷം 8 രൂപയ്ക്കും 9 രൂപയ്ക്കും ഒരു യൂണിറ്റിന് ഇരട്ടി വിലയ്ക്ക് വൈദ്യുതി വാങ്ങിച്ചുകൊണ്ട് പ്രതിദിനം 10 കോടിയോളം രൂപ വൈദ്യുതി ബോർഡ് കഴിഞ്ഞ 6-7 മാസമായി നഷ്ടം വരുത്തിയാണ്. സർ, ഇതുകൂടാതെ ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതിയും പുരപ്പുറം സോളാറും അടക്കമുള്ള പദ്ധതികളിലൂടെ ഏകദേശം 40,000 കോടി രൂപയിലധികം UDF കാലത്ത് ലാഭത്തിലുണ്ടായിരുന്ന വൈദ്യുതി ബോർഡ് 7-8 വർഷം കൊണ്ട് 40,000 കോടിയിലധികം രൂപയുടെ ബാധ്യത വരുത്തി തീർക്കിയിരിക്കുകയാണ്. സർ, ഇത് പരിഹരിക്കാൻ എന്ത് നടപടിയാണ് വൈദ്യുതി ബോർഡ് സ്വീകരിക്കുന്നത്? സാർ, അങ്ങ് പറഞ്ഞത് മുഴുവൻ ശരിയല്ല. ഈ KSEBയിൽ ദീർഘകാല വൈദ്യുതി കരാറുകൾ അംഗീകാരം നൽകണമെന്ന ബോർഡിൻ്റെ ആവശ്യം സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ ആണ് നിരസിച്ചത്. അത് ശരി. റെഗുലേറ്ററി കമ്മീഷൻ ഇൻഡിപെൻഡൻ്റ് ആണല്ലോ, കേന്ദ്ര ഗവൺമെൻറ് നിരസിച്ചത്.
അഭ്യർത്ഥന മാനിച്ച് പുനഃപരിശോധിക്കുന്ന വൈദ്യുതി നിയമം 2003 സെക്ഷൻ 108 അനുസരിച്ച് റെഗുലേറ്ററി കമ്മീഷന് സർക്കാർ നിർദ്ദേശം നൽകുകയും ടി കരാറുകൾക്ക് 29/12/2001 ഉത്തരവ് വഴി അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രശ്നം തീർത്തിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി തുടർന്ന് നൽകുന്ന കമ്പനികൾ വിമുഖത കാണിക്കുകയാണ്. വിതരണം പുനഃസ്ഥാപിക്കുന്നതിന് സർക്കാർ ഇടപെടൽ നടത്തുകയാണ്. റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് പാലിക്കാൻ വൈദ്യുതി ഉൽപ്പാദന കമ്പനികൾക്ക് വക്കീൽ മുഖാന്തരം നോട്ടീസും നൽകിയിട്ടുണ്ട്. അതെ, അവിടെ നിയമം പാലിച്ചല്ല, റൂൾസ് പാലിച്ചിട്ടല്ല വൈദ്യുതി വാങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ അത് നിരസിച്ചത്. അതിനെന്താ നിയമപ്രകാരമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, നിയമപ്രകാരമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. റെഗുലേറ്ററി കമ്മീഷന്റെ KSBL എക്സിക്യൂഷൻ ദീർഘകാല വൈദ്യുതി കരാർ പ്രകാരം വൈദ്യുതി ലഭിക്കുന്നതിന് വൈദ്യുതി കമ്പനികളുമായി ചർച്ച നടത്താൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി, CMD, KSBL എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ചർച്ച ചെയ്ത് അവർ എപ്പോഴുള്ളത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം തീർക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട CM. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ രീതിയിൽ ഈ റെഗുലേറ്ററി കമ്മീഷൻ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ആ കരാർ റദ്ദായത്. അത് കരാറിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഈ കരാർ നമ്മുടെ കേരളത്തിലെ വൈദ്യുതി ആവശ്യവുമായി തട്ടിച്ചു നോക്കിയാൽ ആ വൈദ്യുതി വാങ്ങൽ ആവശ്യമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് കഴിഞ്ഞ LDF സർക്കാർ, 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ തന്നെ ആ കരാറിൻ്റെ ഭാഗമായി വൈദ്യുതി തുറന്നു വാങ്ങാൻ നടപടികളെടുത്തത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ റെഗുലേറ്ററി കമ്മീഷൻ്റെ അംഗീകാരം വാങ്ങിയിരുന്നില്ല എന്നുള്ള സാങ്കേതികത്വത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ പിന്നീട് ഇത് റദ്ദ് ചെയ്യുന്ന നിലയാണുണ്ടായത്. ഈ കരാർ റദ്ദ് ചെയ്യുന്ന നിലയുണ്ടായി. അത് വന്നപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലുള്ള ഒരു പ്രതിസന്ധി നമുക്കുണ്ടായി. കാരണം ഈ തുകക്ക് വൈദ്യുതി കിട്ടുന്ന അവസ്ഥയില്ല, കൂടുതൽ തുക കൊടുത്താലേ വൈദ്യുതി കിട്ടുന്ന അവസ്ഥയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ സംസ്ഥാന സർക്കാർ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപെടൽ നടത്തി. അത് റെഗുലേറ്ററി കമ്മീഷനും ഇപ്പോൾ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചു പോവുക മാത്രമേ വേണ്ടതുള്ളൂ. ആ കരാർ റദ്ദാക്കിയത് ആ റദ്ദാക്കിയ നടപടി തുറന്ന് നടക്കാതിരിക്കുന്നതിനുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗം റെഗുലേറ്ററി കമ്മീഷനും അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്.